വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യ പാക് വിദേശകാര്യ സെക്രട്ടറിമാരുടെ കൂടിക്കാഴ്ച ഇന്ന് ദില്ലിയിൽ നടക്കും. ഹാർട്ട് ഓഫ് ഏഷ്യ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായാണ് പാക് വിദേശകാര്യ സെക്രട്ടറി ഐസാസ് അഹമ്മദ് ചൗധരി ദില്ലിയിലെത്തിയത്. ഇതിനോടനുബന്ധിച്ച് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കറുമായി പാക് വിദേശകാര്യ സെക്രട്ടറി ചർച്ച നടത്തും. പഠാൻകോട്ട് ഭീകരാക്രമണത്തിലെ പാക് നിലപാട് ഇന്ത്യ ചർച്ചയിൽ ഉന്നയിക്കും. അതിർത്തിയിലെ സംഘർഷങ്ങളും ചർച്ചയാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇരു വിദേശകാര്യ സെക്രട്ടറിമാരുടെയും കൂടിക്കാഴ്ച വഴിവെക്കുമെന്നാണ് സൂചന. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഇസ്ലാമാബാദിൽ വെച്ച് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സോളാർ കമ്മീഷൻ മുമ്പാകെ മുഖ്യമന്ത്രിയെ വീണ്ടും വിസ്തരിക്കണമെന്നാവശ്യപ്പെട്ട് ലോയേഴ്സ് യൂണിയൻ സമർപ്പിച്ച ഹർജി കമ്മീഷൻ ഇന്ന് പരിഗണിക്കും. മുഖ്യമന്ത്രി കമ്മീഷന് നേരത്തെ നൽകിയ മൊഴിയിൽ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജിയിൽ മുഖ്യമന്ത്രിയോട് ഇന്ന് വിശദീകരണം നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഡിവൈഎസ്പി ഹരികൃഷ്ണന്റെ വിസ്താരം ഇന്നും തുടരും. സരിതയെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത വസ്തുക്കളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്ന് ഡിവൈഎസ്പി ഇന്നലെ മൊഴി നൽകിയിരുന്നു. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ PA രവീന്ദ്രൻ, SI രാജ്കുമാർ എന്നിവരെയും കമ്മീഷൻ ഇന്ന് വിസ്തരിക്കും. ആറന്മുള മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് UDF സ്ഥാനാർത്ഥി ശിവദാസൻ നായരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. പത്തനംതിട്ട നഗരസഭയുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നത്. ഇതിനെതിരെ ഇടതുപക്ഷം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ശിവദാസൻ നായർ ആറന്മുളയിൽ പ്രചാരണം നടത്തുന്നത്. പത്തനംതിട്ട നഗരസഭ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ നേർക്കാഴ്ചയാണ്. ഇതിനെതിരെ ഇടതുപക്ഷം ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭ ഇത്തരത്തിൽ പരസ്യം വെക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്നും ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും കളക്ടർക്ക് നഗരസഭ സെക്രട്ടറി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നഗരസഭാ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഈ വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത് പത്തനംതിട്ട ജില്ലാ കളക്ടറാണ്. അതേസമയം ആറന്മുള മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വീണ ജോർജിന്റെ പ്രചരണ ബോർഡുകൾ കഴിഞ്ഞ ദിവസം രാത്രിയോടെ സമൂഹവിരുദ്ധർ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി സംസ്ഥാനത്തേക്ക് കള്ളപ്പണക്കടത്ത് വ്യാപകമാകുന്നു. തൃശൂർ ഒല്ലൂരിൽ നിർത്തിയിട്ടിരുന്ന കാറുകളിൽ നിന്ന് 3 കോടി രൂപയാണ് പിടികൂടിയത്. ആദായ നികുതി വകുപ്പാണ് 2 കാറുകളിലായി ഒളിപ്പിച്ചിരുന്ന പണം കണ്ടെത്തിയത്. ഹാൻഡ് ബ്രേക്കിനടിയിൽ ഒളിപ്പിച്ച നിലയിലാണ് കറൻസികൾ കണ്ടെത്തിയത്. സംഭവത്തിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിലെ അഞ്ചേരിയിൽ നിന്നാണ് കാറുകളിൽ ഒളിപ്പിച്ചു കടത്തിയ 3.5 കോടി രൂപ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. മലപ്പുറം രജിസ്ട്രേഷനിലുള്ള കാറുകളിലാണ് ഹാൻഡ് ബ്രേക്കിനിടയിൽ ഒളിപ്പിച്ച പണം കടത്തിയത്. 2 കാറുകളിൽ നിന്നായി 3 കോടിയിലധികം രൂപയാണ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. 1000, 500, 100 രൂപ കെട്ടുകളിലായിരുന്നു പണം. കാറുകളുമായി എത്തിയ 2 പേരെ സംഘം കസ്റ്റഡിയിലെടുത്തു. സ്വർണ്ണാഭരണശാലകളിലേക്കായി എത്തിച്ച പണമാണെന്നാണ് വിശദീകരണം. എന്നാൽ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കുന്ന രേഖകളൊന്നും ഇവരുടെ കൈവശമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിലേക്ക് കടത്തിയ കള്ളപ്പണമാണെന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന കോടിക്കണക്കിന് രൂപയാണ് കഴിഞ്ഞ 1 മാസത്തിനിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തത്. രേഖകളില്ലാതെ പണം കടത്തിയ സംഭവത്തിൽ ആദായ നികുതി വകുപ്പ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വയനാട്ടിൽ ഇത്തവണ തീപാറും പോരാട്ടമാണ്. ന്യൂനപക്ഷ വോട്ടുകളും അടിയൊഴുക്കുകളും പ്രവചനങ്ങളെ നിഷ്പ്രഭമാക്കുമെന്ന് മണ്ഡലത്തിൽ സംസ്ഥാനത്തെ തന്നെ മികച്ച പോരാട്ടങ്ങളിലൊന്നാണ് നടക്കുക എന്നതും ഉറപ്പ്. ജില്ലാ ആസ്ഥാനത്ത് ഇത്തവണ തീപാറുന്ന പോരാട്ടമാണ്. മണ്ഡലം തിരിച്ചുപിടിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് LDF. കർഷക ആദിവാസി സമരങ്ങളിലും വികസന പ്രക്ഷോഭങ്ങളിലും നായകനായ CK ശശീന്ദ്രനാണ് LDFനായി രംഗത്തിറങ്ങുന്നത്. സിറ്റി MLA MV ശ്രേയാംസ്കുമാർ തന്നെയാണ് മറുഭാഗത്ത്. BJP രംഗത്തിറക്കിയിരിക്കുന്നത് മുൻ ജില്ലാ പ്രസിഡന്റ് K സദാനന്ദനെയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലപരിധിയിലെ 10 പഞ്ചായത്തുകളിൽ 8ലും ഭരണം നേടാനായതിന്റെ ആത്മവിശ്വാസമാണ് LDFന്. പൊതുവെ ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യതയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള അഭിപ്രായങ്ങളും നല്ല രീതിയിൽ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിലനിൽക്കുന്നു എന്നുള്ളതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വലിയ പ്രയോജനം നൽകുമെന്നാണ്
പ്രതീക്ഷിക്കുന്നത്. ഇത്തവണയും UDF-നൊപ്പം വിജയം ആവർത്തിക്കാനാകുമെന്നാണ് MV ശ്രേയാംസ്കുമാർ പ്രതീക്ഷിക്കുന്നത്. വികസനം തന്നെ പ്രധാന പ്രചാരണ വിഷയമാക്കിയുള്ള രണ്ടാംഘട്ട പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹവും കടന്നുകഴിഞ്ഞു. ആത്മവിശ്വാസം തന്നെയാണ്. കാരണം ജനങ്ങളുടെ പ്രതികരണം വളരെ പോസിറ്റീവാണ്. കോട്ടയം മേഖലയിൽ പോയപ്പോൾ വളരെ നല്ല പ്രതികരണമാണ് കിട്ടിയത്. BJP സ്ഥാനാർത്ഥി K. സദാനന്ദൻ ആദ്യഘട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവാണ് BJP-യുടെ പ്രതീക്ഷ. BDJS പോലെയുള്ള ശക്തികൾക്കൊക്കെ എല്ലാ സ്ഥലത്തും അത്യാവശ്യം ശക്തിയുള്ളതാണ്. മറ്റ് മേഖലകളിൽ PC തോമസിൻ്റെ പാർട്ടിക്കും അതുപോലെ തന്നെ മറ്റു പാർട്ടികളൊക്കെ ചെറിയ കക്ഷികളാണെങ്കിലും അവരുടെയൊക്കെ യോജിപ്പ് എന്ന നിലയ്ക്ക്, ഒരു മുന്നണി എന്ന നിലയ്ക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമായിട്ട് അതിനെ കാണുന്നത്. തോട്ടമേഖല പ്രധാനമായും മണ്ഡലത്തിലെ വിധി നിർണ്ണയിക്കുന്ന ഘടകങ്ങളിലൊന്നാണ്. LDF-ന്റെ വിജയപ്രതീക്ഷകളും തോട്ടമേഖലയെ കൂടി മുൻനിർത്തിയുള്ളതാണ്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കു വേണ്ടിയുള്ള വികസന പ്രക്ഷോഭങ്ങൾ, വന്യമൃഗശല്യത്തിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ എന്നിവയിലെല്ലാം അടുത്ത കാലത്ത് സമാനതകളില്ലാത്ത സമരമാണ് ജില്ലയിലുണ്ടായത്. ഇതെല്ലാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഗുണം ചെയ്തിരുന്നു. ഇത്തരത്തിൽ മണ്ഡലത്തിൽ വീശിയടിച്ച ഇടതുകാറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപ്രവർത്തകർ. വികസന തുടർച്ച പ്രധാന വിഷയമാക്കിയാണ് MV ശ്രേയാംസ്കുമാർ പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. റോഡ്, കുടിവെള്ള പദ്ധതികൾ, മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ എന്നിവയിൽ ചെലവഴിച്ച കോടികളുടെ കണക്കുകൾ നിരത്തിയുമാണ് UDF-ന്റെ പ്രചാരണ പരിപാടികൾ കൊഴുക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകളും അടിയൊഴുക്കുകളും പ്രവചനങ്ങൾ നിഷ്പ്രഭമാക്കുന്ന മണ്ഡലത്തിൽ സംസ്ഥാനത്ത് തന്നെ മികച്ച പോരാട്ടങ്ങളിൽ ഒന്നാണ് നടക്കുകയെന്ന കാര്യത്തിൽ സംശയമില്ല. വയനാട്ടിൽ നിന്നും അനൂപ് കയാർ. മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കി രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് വൈപ്പിനിൽ. LDF-ന്റെ സിറ്റിംഗ് സീറ്റായ വൈപ്പിനിൽ S. ശർമ്മയെ നേരിടാനൊരുങ്ങുന്ന UDF സ്ഥാനാർത്ഥി KR സുഭാഷിന് വിമതൻ വില്ലനായി മാറിയിരിക്കുന്നതാണ് വൈപ്പിനിലെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് വിശേഷം. വിമതനെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത് ലത്തീൻ സഭയായതുകൊണ്ട് തന്നെ UDF-ന്റെ ആശങ്ക വർദ്ധിക്കുകയാണ്. 2011 വടക്കേക്കര മണ്ഡലം പുനർവിഭജിച്ച് വൈപ്പിൻ എന്ന സമ്പൂർണ്ണ ദ്വീപ് മണ്ഡലം ഉണ്ടാക്കുന്നത്. വടക്കേക്കരയിൽ നിന്ന് 4 തവണയും വൈപ്പിനിൽ നിന്ന് ആദ്യവട്ടവും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് LDF-ന്റെ S. ശർമ്മയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറെ ആത്മവിശ്വാസത്തോടെയാണ് വൈപ്പിനിലെ മത്സരത്തെ നോക്കിക്കാണുന്നത്. വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും എന്ന S. ശർമ്മ ഉറപ്പിക്കുന്നതിന് കാരണം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വിവിധങ്ങളായ വികസന പദ്ധതികളാണ്. എഡ്യൂക്കേഷനിൽ കേരളത്തിൽ ഒരു സമാനതകളില്ലാത്ത വിധം ബിഗ് പ്രോജക്റ്റാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ജനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി വെളിച്ചം വിദ്യാഭ്യാസ പദ്ധതി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചുമരെഴുത്തുകളും ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളുമായി തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണങ്ങൾ പൂർത്തിയാകുമ്പോൾ മണ്ഡലം LDF-ൽ നിന്ന് പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് വലതു ക്യാമ്പ്. ഇതിനായി അവർ കളത്തിലിറക്കിയതാകട്ടെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും KPCC നിർവാഹക സമിതി അംഗവുമായ KR സുഭാഷിനെയും. ഇപ്രാവശ്യം ആ സീറ്റ് തിരിച്ചു പിടിക്കും എന്നുള്ള വാശിയോടുകൂടി എണ്ണയിട്ട യന്ത്രം പോലെ UDF-ന്റെ പ്രവർത്തകന്മാർ പ്രവർത്തിക്കുകയാണ്. എന്നാൽ UDF-ന് കാര്യങ്ങൾ അത്ര കണ്ട് അനുകൂലമല്ല. സ്ഥാനാർത്ഥി നിർണയത്തിന് ഏറെ മുമ്പേ തന്നെ I ഗ്രൂപ്പ് വിഭാഗം കണ്ണുവെച്ച മണ്ഡലമാണ് വൈപ്പിൻ. മണ്ഡലത്തിലെ കിഴക്കൻ ഭാഗത്തെ UDF പ്രവർത്തകരുടെ വികാരം I ഗ്രൂപ്പുകാരനായ അഡ്വക്കേറ്റ് KP ഹരിത സ്ഥാനാർത്ഥിയാകണമെന്നായിരുന്നു. പെരുമ്പാവൂർ മണ്ഡലം I ഗ്രൂപ്പിന് നൽകിയതോടെ വൈപ്പിൻ A ഗ്രൂപ്പുകാരനായ KR സുഭാഷിലെത്തി. I ഗ്രൂപ്പ് പ്രവർത്തകർ ഇതിൽ കടുത്ത അസംതൃപ്തരുമാണ്. 56 മുതൽ 58% വരെ ലത്തീൻ സമുദായാംഗങ്ങളുള്ള വൈപ്പിനിൽ UDF സ്ഥാനാർത്ഥിയായി ലത്തീൻ സമുദായാംഗത്തെ പരിഗണിക്കണമെന്ന് ലത്തീൻ സഭ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും UDF അത് അവഗണിച്ചു. മാർച്ച് 15 ചേർന്ന കേരള ലാറ്റിൻ കത്തോലിക് അസോസിയേഷൻ യോഗം മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും തീരുമാനിച്ചു. KLCA അതിരൂപത മുൻ പ്രസിഡന്റും വൈപ്പിൻ കരക്കാരനുമായ വിക്ടർ മരക്കാശ്ശേരിയാകും സഭയുടെ സ്ഥാനാർത്ഥിയാകുക. അപ്പോൾ എന്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നുമില്ലാതെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഇല്ലാതെ അവിടെ എന്തുകൊണ്ട് അജയ് തറയിൽ തോറ്റു? അപകടം കൃത്യമായി മണത്ത KPCC അധ്യക്ഷൻ VM സുധീരൻ ആലുവ ഗസ്റ്റ് ഹൗസിൽ സഭാ വക്താക്കളുമായി തിടുക്കത്തിൽ ചർച്ച വിളിച്ചു ചേർത്ത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് സഭ അനുനയത്തിന് തയ്യാറാകുമോ എന്നത് സംശയമാണ്. ഇടത് വലത് മുന്നണികൾ ധീവരന്മാരെ രംഗത്തിറക്കുമ്പോൾ BJP BDJ സഖ്യത്തിന്റെ NDA മുന്നണി കളത്തിലിറക്കിയിരിക്കുന്നത് കേരള ധീവര മഹാസഭ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ KK വാമലോചനനെയാണ്. 1,61,749 വോട്ടുകളുള്ള വൈപ്പിൻ മണ്ഡലത്തിൽ 3,200ഓളം പുതിയ വോട്ടർമാരാണ്. പുതിയ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ ഉറപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലുമാണ് മുന്നണികൾ. മത്സരത്തിൽ തങ്ങളുടെ പ്രാതിനിധ്യം അറിയിക്കുക എന്നുള്ളതിനപ്പുറം NDA മുന്നണിക്ക് വൈപ്പിൻ മണ്ഡലത്തിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല. LDF-ന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയായ വൈപ്പിൻ മണ്ഡലത്തെ ഏതു വിധേയനെയും തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യവുമായാണ് UDF കളത്തിലിറങ്ങുന്നത്. മാത്രമല്ല മണ്ഡലത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോലും UDF-ന് കടുത്ത തലവേദനയാകുകയാണ്. വൈപ്പിനിൽ നിന്നും അലക്സ് റാം മുഹമ്മദ്.
വാർത്തകളിലേക്ക്. തീരദേശ മേഖലയിലെ അക്രമ സംഭവങ്ങളോടെ താനൂരിലെ തെരഞ്ഞെടുപ്പിന് വാശി കൂടി. കനത്ത പോലീസ് നിരീക്ഷണത്തിലാണ് സ്ഥാനാർത്ഥികളുടെയും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെയും നീക്കങ്ങൾ. കഴിഞ്ഞ ദിവസം LDF പ്രചരണ ജാഥയ്ക്ക് നേരെ മുസ്ലിം ലീഗ് ആക്രമണം നടത്തിയതോടെ തീരദേശത്തെ തെരഞ്ഞെടുപ്പിന് ചൂടുകൂടി. LDF സ്ഥാനാർത്ഥി V അബ്ദുറഹ്മാനും വോട്ടഭ്യർത്ഥിക്കാൻ കൂടെയുണ്ടായിരുന്നവരും കയ്യേറ്റത്തിനിരയായി. ഇതോടെ താനൂർ സംഘർഷഭരിതമായി. പോലീസ് നിഷ്ക്രിയമായതാണ് രംഗം വഷളാക്കിയതെന്നാരോപിച്ച് മുൻ മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി രംഗത്തെത്തി. അവിടെ നിങ്ങൾ ഈ മാർക്സിസ്റ്റുകാരുടെ ആക്രമണം ഉണ്ടാവും, നിങ്ങളിപ്പോൾ വേണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ പിന്നിൽ പോലീസിൻ്റെ എന്തോ കളിയുണ്ട്. പോലീസാണ് പ്രചരിപ്പിച്ചത് ഈ സ്ഥാനാർത്ഥി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, മുഖ്യമന്ത്രി ഇവിടെ ഇപ്പോൾ വരണ്ട, സ്ഥിതിഗതികൾ ഭീകരമാണ് എന്ന് പോലീസാണ് പ്രചരിപ്പിച്ചത്. അതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് ഞങ്ങൾ ഒരു ദുരൂഹത ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും നിലവിലെ MLAയുമായ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും ഗൂഢാലോചന സംശയിച്ചു. അവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോൾ മുനിസിപ്പൽ കൗൺസിലറുമായി MP അഷ്റഫിന്റെ വീട് അതിക്രൂരമായ രീതിയിലാണ് ആക്രമിച്ചത്. നമ്മളൊക്കെ സാധാരണ ഇങ്ങനൊരു വീട് ആക്രമിക്കും, വീടിന്റെ മതിൽ തകർത്തിരിക്കുന്നു, വീട് തകർത്തിരിക്കുന്നു, വീട്ടിലെ ആഭരണങ്ങൾ കൊള്ളയടിച്ചിരിക്കുന്നു, വീടിന്റെ ഷെൽഫുകൾ തകർത്തിരിക്കുന്നു എന്ന് മാത്രമല്ല ഫ്രിഡ്ജ് വരെ 2 പൊളിയാക്കി എല്ലാ വീട്ടുപകരണങ്ങളും കൊണ്ടുപോയിട്ട് കിണറ്റിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്നാൽ 6 പതിറ്റാണ്ട് കാലത്തെ കുത്തക തകരുന്നതിന്റെ ആശങ്കയാണ് മുസ്ലിം ലീഗിനെന്ന് ഇടതും കരുതുന്നു. തീരദേശ മേഖലയിൽ അക്രമങ്ങളുണ്ടാക്കി മുതലെടുപ്പിനുള്ള മുസ്ലിം ലീഗിന്റെ നീക്കം LDF കരുതിയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 60 വർഷമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ താനൂരിൽ നിന്നും വിജയിച്ചു പോവാണ് വലിയ ഭൂരിപക്ഷത്തിന്. പക്ഷേ ഈ 60 വർഷത്തെ വികസന പ്രവർത്തനങ്ങളെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള, ഏറ്റവും കൂടുതൽ പട്ടിണക്കാരുള്ള ഒരു മണ്ഡലമായി താനൂർ മാറി എന്നതാണ് സത്യം. ഇരു സ്ഥാനാർത്ഥികളും തീരദേശ മേഖലയിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം ഊർജിതമാക്കിയിട്ടുണ്ട്. അക്രമ സംഭവങ്ങളോടെ പൊതുയോഗങ്ങളും സജീവം. പരമാവധി കുടുംബയോഗങ്ങളിൽ കഴിയുന്നത്ര വോട്ടർമാരെ നേരിട്ടുകണ്ട് തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും കൂട്ടുന്നുണ്ട് മുന്നണികൾ. കനത്ത പോലീസ് നിരീക്ഷണത്തിലാണ് പൊതുയോഗങ്ങളും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ നീക്കങ്ങളും. താനൂരിലെ വിജയം ഇരു മുന്നണികളും അഭിമാന പ്രശ്നമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ തെരഞ്ഞെടുപ്പിന്റെ ജില്ലയിലെ മുഴുവൻ ആരവങ്ങളും താനൂരിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. താനൂരിൽ നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിച്ച ഉപതെരഞ്ഞെടുപ്പ് നടന്ന അരുവിക്കര നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം 2ാം ഘട്ടത്തിലേക്ക് കടന്നതോടെ ഇടതു വലതു മുന്നണികൾ സ്ഥാനാർത്ഥികൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. അരുവിക്കര മണ്ഡലം തിരികെ പിടിക്കാനായി LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A റഷീദും തുടർ വിജയത്തിനായി UDF സ്ഥാനാർത്ഥി KS ശബരിനാഥനും മണ്ഡലത്തിൽ തീപാറും പോരാട്ടങ്ങൾ തുടങ്ങിയതോടെ വിജയപരാജയങ്ങൾ പ്രവചനാതീതമായിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രീയ കേരളത്തിൽ ഏറെ ചർച്ചാ വിഷയമായ ഒരു മണ്ഡലമാണ് അരുവിക്കര നിയോജക മണ്ഡലം. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ശക്തന്മാരാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം 2ാം ഘട്ടത്തിലേക്ക് കടന്നതോടെ ഇനിയുള്ള ദിനങ്ങൾ വോട്ടുറപ്പിക്കലിൻ്റെതായി മാറ്റുകയാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A റഷീദ്. LDFന് മുൻതൂക്കമുള്ള പഞ്ചായത്തുകളിൽ ഇതിനോടകം തന്നെ അഡ്വക്കേറ്റ് A റഷീദ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. മറ്റു പഞ്ചായത്തുകളിലും LDFന് അനുകൂലമായ നിലപാടുകൾ വോട്ടർമാർ സ്വീകരിക്കുമെന്നും A റഷീദ് പറയുന്നു. ആദിവാസികളുടെ ചികിത്സാ സൗകര്യം, അവരുടെ മേഖലയിലെ കുടിവെള്ളം, വൈദ്യുതി, യാത്ര, ഇതെല്ലാം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് ഈ മേഖലകളിൽ സന്ദർശിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അതിൻ്റെ ശക്തിയായ പ്രതിഷേധം വോട്ടിംഗ് രൂപത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വരുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എന്നാൽ മണ്ഡലത്തിൽ തുടർ വികസനം എന്ന പ്രഖ്യാപനവുമായി വോട്ടർമാരെ കാണുന്ന UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ തുടർ വിജയ പ്രതീക്ഷയിലാണ്. ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് ഇതേ പറണ്ടോട് ജംഗ്ഷനിൽ വന്ന് കിട്ടിയ സ്വീകാര്യത ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ സ്വീകാര്യത ഇപ്പോൾ 2ാം തവണ വരുമ്പോൾ ലഭിക്കുന്നുണ്ടെന്നാണ് എൻ്റെ പേഴ്സണലായിട്ട്. നമുക്ക് ഓരോ വീട്ടിലും ചെല്ലുമ്പോഴും ഓരോ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ഒരു കണക്റ്റ് കിട്ടുമല്ലോ, നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ആ ഒരു സ്പന്ദനം നന്നായിട്ട് പോകുന്നുണ്ട്. അതേസമയം മണ്ഡലത്തിൽ കൂടുതൽ വോട്ടുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെ പ്രചരണ രംഗത്ത് BJP സ്ഥാനാർത്ഥി രാജസേനും സജീവമാണ്. അരുവിക്കര നിയോജക മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം റോഡുകളുടെയും അവസ്ഥ ഇപ്പോഴും പരിതാപകരം തന്നെ. ഏതായാലും ഇക്കുറി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും. ഓരോ സ്ഥാനാർത്ഥിക്കും വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം നേടണമെങ്കിൽ വിയർപ്പൊഴുക്കാതെ പറ്റുകയില്ല. മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള വാശിയേറിയ പ്രവർത്തനവുമായി തന്നെയാണ് LDF സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ
വിജയവും പ്രവചന അതീതമാണ്. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാൻ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കഥാപ്രസംഗവും. തൃക്കാക്കരയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ പ്രചരണത്തിനായാണ് കഥാപ്രസംഗം. ഹാസ്യത്തിന്റെ മേമ്പൊടിയോടെയുള്ള കഥാപ്രസംഗം UDF സർക്കാരിന്റെ അഴിമതികളാണ് പ്രമേയമാക്കുന്നത്. ഞങ്ങളുടെ കഥയുടെ പേരാണ് പുൽപ്പള്ളിയിലെ പുതുമണവാളൻ. ഈ കഥയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഇവിടെയൊന്നുമല്ല. ഇവിടെ അല്ലെങ്കിൽ പിന്നെ എവിടെയാടാ? അയ്യോ ചേട്ടാ, ചേട്ടൻ ചൂടാവല്ലേ. ആ ചൂടൻ ചേട്ടൻ ആരെങ്കിലും ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം മേടിച്ചു കൊടുക്ക്. അപ്പോൾ പറഞ്ഞു വന്നത്, വൈറ്റില ഹബിൽ നിന്നും 185 രൂപ ബസ് ഫെയർ വരുന്ന ഒരു കടുകുമണി സിറ്റി. ഇവിടെ നിന്നാണ് ഈ കഥയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പുതുമ എന്ന നിലയിലാണ് സമകാലീന രാഷ്ട്രീയ സംഭവങ്ങൾ കോർത്തിണക്കി കഥാപ്രസംഗത്തിന് രൂപം നൽകിയിട്ടുള്ളത്. ബാർ, സോളാർ, ഭൂമി കൈമാറ്റം തുടങ്ങി എല്ലാവിധ വിവാദങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കഥാപ്രസംഗത്തിന്റെ രചന. കഥാപ്രസംഗത്തിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളും സെബാസ്റ്റ്യൻ പോളിനായി ഒരുങ്ങുന്നുണ്ട്. പുതിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ ഈണത്തിൽ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ പ്രചാരണം കൊഴുക്കും. സെബാസ്റ്റ്യൻ പോൾ സ്ഥാനാർത്ഥിയാണിവിടെ, ചിഹ്നം ചുറ്റികയറിവാൾ നക്ഷത്രമാണ്. സെബാസ്റ്റ്യൻ പോൾ സ്ഥാനാർത്ഥിയാണിവിടെ, ചിഹ്നം ചുറ്റികയറിവാൾ നക്ഷത്രമാണ്. സത്യമുറങ്ങുന്ന മണ്ണാണ് ഇത്, മാവേലി മന്നന്റെ നാടാണ്. മിമിക്രി കലാകാരനായ സുധീറാണ് രചന നിർവഹിച്ചിട്ടുള്ളത്. പുതുപ്പള്ളിയിലെ പുതുമണവാളൻ എന്നാണ് ഹാസ്യ കഥാപ്രസംഗത്തിന്റെ പേര്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ TVയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി പടക്കളം. കണ്ണൂരിൽ നടത്തിയ ചർച്ചയിൽ വികസനവും അഴിമതിയുമായിരുന്നു പ്രധാന വിഷയങ്ങൾ. സ്ത്രീകളടക്കമുള്ളവരുടെ സാന്നിധ്യം കൊണ്ട് സദസ്സും സജീവമായി. പടക്കളം ഇന്ന് രാത്രി 9 മണിക്ക് പീപ്പിൾ TVയിൽ സംപ്രേഷണം ചെയ്യും. കണ്ണൂരിൽ MV നികേഷ് കുമാറിന്റെയും KM ഷാജിയുടെയും പടക്കളത്തിലാണ് പീപ്പിൾ TVയുടെ രാഷ്ട്രീയ പൊതുചർച്ചാ വേദി ഒരുങ്ങിയത്. കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി PK രാഗേഷും BJP സ്ഥാനാർത്ഥി കേശവനും UDF പ്രതിനിധി മുഹമ്മദ് ഫൈസലും LDF പ്രതിനിധി M പ്രകാശൻ മാസ്റ്ററും പടക്കളത്തിൽ പങ്കാളികളായി. ചർച്ച ആരംഭിച്ചതോടെ രാഷ്ട്രീയ ചർച്ചാവേദിക്കുള്ള പടക്കളം ഒരുങ്ങി. വികസനവും അഴിമതിയുമായിരുന്നു ചർച്ചയിൽ മുന്നിട്ടു നിന്നത്. വികസന നായകൻ എന്ന് പറയുന്ന KM ഷാജിയുടെ വികസനത്തിൻ്റെ ഫലമായാണ് ഇവിടെ 3 പേര് സംസാരിക്കേണ്ടതിന് പകരം ഞാൻ 4ാമതായി ഇവിടെ നിൽക്കേണ്ടി വന്നത്. വിലക്കയറ്റവും പിൻവാതിൽ നിയമനങ്ങളും സാധാരണക്കാരന്റെ പൊതുജീവിതത്തെ ബാധിക്കുന്ന ചോദ്യങ്ങളുമായി സ്ത്രീകളും രംഗത്തെത്തി. യൂണിവേഴ്സിറ്റിയിൽ വരെ പിൻവാതിൽ നിയമനം നടന്നിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളാണ്. രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ പിന്തുണച്ചും പിന്തള്ളിയും പടക്കളത്തിലെത്തിയ സദസ്സും സജീവമായി. കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ എല്ലാ ആവേശവും ഇടയ്ക്കൊക്കെ അസഹിഷ്ണുതകളും പ്രതിഫലിച്ച പടക്കളം ഇന്നു രാത്രി 9 മണി മുതൽ പീപ്പിൾ TVയിൽ കാണാം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. എറണാകുളം പുല്ലേപ്പടിയിൽ 10 വയസ്സുകാരനെ കുത്തിക്കൊന്നു. വിവരങ്ങളുമായി ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഉമേഷ്, എന്തായിരുന്നു സംഭവം? അജിംഷാദ്, ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. പുല്ലേപ്പടിക്ക് അടുത്ത് വെച്ചാണ് ഈ ഒരു കൊല നടന്നത്. 10 വയസ്സുകാരനായ റിച്ചി ജോണാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അയൽവാസിയായിരുന്ന അജി ദേവസ്യയാണ് റിച്ചി ജോണിനെ കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയത്. രാവിലെ റിച്ചി ജോൺ കടയിൽ പോയി മടങ്ങും വഴിയാണ് അജി ദേവസ്യ പെട്ടെന്ന് ചാടി വീഴുകയും റിച്ചി ജോണിന്റെ 10 വയസ്സുകാരന്റെ കഴുത്തിൽ തുരുതര കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. തുടർന്ന് നാട്ടുകാർ ഇടപെടുകയും കുട്ടിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കും കുട്ടി മരിച്ചു എന്നുള്ളതാണ് വിവരം അറിയുന്നത്. ഇയാൾക്ക് മാനസിക രോഗം ഉള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇയാളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ്. 10 വയസ്സുകാരൻ റിച്ചി ജോണാണ് മരിച്ചത്. ഇതിന് കൊല നടത്തിയ അയൽവാസിയായ അജി ദേവസ്യയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അജിംഷാദ്. ശരി ഉമേഷ്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. 10 വയസ്സുകാരനെ എറണാകുളത്ത് കുത്തിക്കൊന്നു. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഉമേഷ് നൽകിയത്.